പി മുസ്തഫ, താങ്കൾക്ക് മറുപടി നൽകാം. സമരങ്ങളുമായി ബന്ധപ്പെട്ട CPM എടുക്കുന്ന നിലപാട് ഇടത് സർക്കാരിനെതിരായ സമരങ്ങളെ വേറെ രൂപത്തിൽ ചാപ്പകുത്തി ആ സമരങ്ങളെ അധിക്ഷേപിക്കുക എന്നൊരു നിലപാട്, അത് പാർട്ടിയുടെ ഒരുമിച്ചുള്ള നിലപാടായിട്ടാണോ കാണേണ്ടത്? ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് വിവിധ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളാണല്ലോ. ഏറ്റവും ഒടുവിൽ CITU നേതാവിന്റെ പ്രയോഗം അടക്കം അതിൽ ഖേദമില്ല എന്ന് അദ്ദേഹം ഇന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. MV ഗോവിന്ദൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPയും SUCയും ഹൈജാക്ക് ചെയ്ത സമരം എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാൻ അറിയാത്തവരല്ല, കൃത്യമായി അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് നന്നായി പ്രതികരിക്കാൻ അറിയുന്ന വിഭാഗമാണ് അവരങ്ങനെ പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ സമരം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അവിടെയും SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വരുന്നുണ്ട്. നേരത്തെ ലീഗിൻ്റെ കാര്യത്തിലും ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെയാണ് ലീഗിൽ ഇപ്പോൾ ഉള്ളത്. ലീഗിനെ ആ രൂപത്തിൽ അവർ പിടിച്ചടക്കി എന്നുള്ള വിമർശനം നിങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ലീഗിനോട് പറയുകയാണ് കോൺഗ്രസിനെ സൂക്ഷിക്കണം എന്ന്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ നിലപാട്? നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടി ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന സമരത്തോടും ഐക്യദാർഢ്യപ്പെടുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്, ഇടതുപക്ഷത്തിനുള്ളത്. അതിലൊന്നും ഒരു തർക്കവും വേണ്ട കാര്യമില്ല. ആശമാരുടെ സമരമുണ്ട്, അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും ഈ കേരളത്തിലുണ്ട്, സ്കൂൾ പാചക തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലുള്ള വിവിധ സ്കീം വിഭാഗം തൊഴിലാളികളാണ്. അവരെല്ലാം ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആശാവർക്കന്മാരെ പോലെ തന്നെയാണ് അംഗനവാടി ജീവനക്കാരും. രാവിലെ ഇറങ്ങിയാൽ രാത്രി വരെയാണ് അവരുടെ വർക്ക് ലോഡ് എന്ന് പറയുന്നത്. അവർക്ക് കിട്ടുന്ന വേതനത്തിന്റെ പ്രശ്നമുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികൾ, 1000 കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ 1-2 തൊഴിലാളികളാണ്. രാവിലെ പോയാൽ രാത്രി വരെ അവർക്ക് അധ്വാനമുണ്ട്. ഇവരെല്ലാം ഒരേപോലെയുള്ള സ്കീം തൊഴിലാളികളാണ്. അവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ LDFന്റെ പ്രകടന പത്രികയിൽ ആ കാര്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നിലയിലെല്ലാം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കേരളത്തിന്റെ ഇന്നത്തെ വളർച്ചക്കനുസരിച്ച് അന്തസ്സായ ജീവിതത്തിന് സാധ്യമായ ഒരു മിനിമം കൂലി ഉണ്ടാക്കിയെടുക്കണം. അതിനെല്ലാമുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത്. പക്ഷെ എല്ലാ സമരങ്ങളുടെയും ദിശ ചില സമയത്ത് അത്തരത്തിലല്ല എന്നുള്ളതിന്റെ നല്ല തെളിവാണല്ലോ ഈ ആശാസമരം തന്നെ. താങ്കൾ ഉൾപ്പെടെ അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ഇതുപോലെ ചർച്ചകൾ നടക്കുമ്പോൾ ഒരു വാർത്ത വന്നല്ലോ. കേന്ദ്ര സർക്കാർ ഇതാ ഒരു കത്തെഴുതിയിരിക്കുന്നു കേരളത്തിന്. ഈ അംഗൻവാടി ജീവനക്കാർക്കുള്ള എല്ലാ ആശാവർക്കർമാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ബജറ്റിൽ അലോട്ട് ചെയ്തതിന് പുറമെ 120 കോടി രൂപ അധികം നൽകിയിട്ടുണ്ട്. എന്നിട്ടും കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടില്ല. ആ കേന്ദ്ര സർക്കാരിന്റെ കത്തിൽ ഇങ്ങനെ പിണറായി സർക്കാർ, LDF സർക്കാർ എന്നെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു വാർത്ത പ്രചരിപ്പിച്ചല്ലോ. ഇന്നെന്താ ആ വാർത്തയെ സംബന്ധിച്ച്? അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ കത്ത്, അങ്ങനെയാണ് പറഞ്ഞത്, കേന്ദ്ര സർക്കാരിന്റെ കത്ത്. ആ കേന്ദ്ര സർക്കാരിന്റെ കത്തിനെ കുറിച്ചുള്ള വിവരം ഇന്ന് പുറത്തു വന്നല്ലോ. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഔദ്യോഗിക ഏജൻസിയും പുറത്തിറക്കിയതല്ല. BJPയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഇത് പറയാൻ സമയം പാഴാക്കുമ്പോൾ അത് കൊടുത്ത മാധ്യമങ്ങളെ താങ്കൾക്ക് വിമർശിക്കാൻ നമ്മൾ ഏതായാലും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് പറയണ്ട. അതൊരു വാർത്താക്കുറിപ്പ്, കേന്ദ്രത്തിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് എന്ന രീതിയിൽ കൊടുത്ത മാധ്യമങ്ങളെ സ്വാഭാവികമായും നിങ്ങൾക്ക് വിമർശിക്കാം. അതവിടെ നിൽക്കട്ടെ. സംസ്ഥാന സർക്കാർക്ക് ആശാവർക്കർമാരുള്ള സമീപനം എന്താണ്? നിങ്ങളുടെ പ്രകടന പത്രികയിൽ എന്താണ് പറഞ്ഞിരുന്നത്? ദിവസം 700 രൂപ എന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. ഇനി ഈ പറയുന്ന എല്ലാം ശരി തന്നെ, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം കിട്ടിയിട്ടില്ല, അത് ഒരു ഘട്ടത്തിൽ അതുകൂടി അംഗീകരിക്കാം. എന്നാൽ പോലും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? 2014 ഈ ആശാവർക്കർമാർക്ക് 10,000 രൂപ നൽകണമെന്ന് സഭയിൽ ആവശ്യപ്പെട്ടത് ഇപ്പോൾ അവരെ മോശം ഭാഷയിൽ വിമർശിക്കുന്ന എളമരം കരീമാണ്. ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ അതിഥിയോട് അത് പറയണ്ട എന്നൊക്കെ കൽപ്പിക്കുന്നത് കൽപ്പിക്കലാണോ ശ്രീ VPP മുസ്തഫ? സമയമില്ലാത്തത് പറഞ്ഞാൽ നമ്മളത് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. സ്മൃതി, നിങ്ങൾ എനിക്കിതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം നിങ്ങൾ എടുക്കുന്ന ഒരു സമീപനത്തിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ശ്രീകുമാറിനോട് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ ചോദ്യം തന്നെ എന്തായിരുന്നു? പ്രതിപക്ഷത്തിന്റെ ദൗർബല്യത്തെ കുറിച്ചാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? ദീർഘമായ സമയമെടുത്തിട്ട് കേരളത്തിലെ CPMനെയും അതിന്റെ നേതാക്കളെയും എല്ലാം ഒരു കോൺഗ്രസ്സുകാരന്റെ രാഷ്ട്രീയ പ്രസംഗം നടത്തുകയായിരുന്നു. ഇടയ്ക്ക് കയറി സ്മൃതിക്ക് ചോദിക്കാൻ തോന്നിയതേ ഇല്ല. പിന്നെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോയത്. ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ നീണ്ട അവതരണം കഴിഞ്ഞിട്ട് താങ്കൾ സമയം കൊടുത്തിട്ട് പിന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആശാസമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പറഞ്ഞോളൂ. എന്തിനാ താങ്കളുടെ ഔദാര്യം?
നേരത്തെ പറയുന്നു പറയണ്ടാന്ന്, ഇപ്പൊ പറഞ്ഞോളൂ. ഇങ്ങനെ നിങ്ങളുടെ ഔദാര്യത്തിനും നിങ്ങളുടെ കൽപ്പനയ്ക്കും വേണ്ടി വന്നിരിക്കുന്നതല്ലോ. ഇങ്ങനെയൊന്നും പെരുമാറരുത് സ്മൃതി. ഒരു ചർച്ച നടത്തുമ്പോൾ അത് ജനാധിപത്യപരമാകണം. നിങ്ങൾ CPM-നെ ജനാധിപത്യം പഠിപ്പിക്കാൻ ഇറങ്ങിയ ഒരാളല്ലേ സ്മൃതി? എന്നിട്ട് സ്മൃതിക്ക് എന്തേ താങ്കൾ നയിക്കുന്ന ചർച്ചയിൽ അങ്ങനെ CPM പ്രതിനിധികളോട് ജനാധിപത്യപരമായിട്ട് പെരുമാറാൻ കഴിയുന്നില്ല? നിങ്ങളിവിടെ ആദ്യം പറഞ്ഞു ആശാസമരത്തെ കുറിച്ച് നിങ്ങൾ പറയണ്ട, ഈ ആ കത്തിനെ കുറിച്ച് പറയണ്ട. ഇപ്പൊ പറയുന്നു പറഞ്ഞോളൂ എന്ന്. ഇങ്ങനെ നിങ്ങളുടെ ഔദാര്യത്തിനും നിങ്ങളുടെ കൽപ്പനയ്ക്കും അനുസരിച്ച് സംസാരിക്കാനല്ല CPM നിയോഗിച്ചിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സാമാന്യ മര്യാദ അക്കാര്യത്തെ എല്ലാം പുലർത്തണം. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, സമരത്തിന്റെ ദിശ എങ്ങോട്ട് പോകുന്നു. നിങ്ങൾ നോക്കൂ, 57-ലെ EMS ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി സമരം നടന്നു. ആ സമരത്തിൽ തൊഴിലാളികളുണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു, കർഷക തൊഴിലാളികളുണ്ടായിരുന്നു. ഈ നാട്ടിലെ ആ ഗവൺമെന്റിന്റെ ആനുകൂല്യം, കുടികിടപ്പുകാരന് അവകാശം കൊടുത്തത് ആ ഗവൺമെന്റിന്റെ അധികാരത്തിൽ വന്ന 5-ാം ദിവസം 1957 ഏപ്രിൽ 11 EMS ഒപ്പുവെച്ച നിയമം. ഇനി കുടികിടപ്പുകാരെ ഒഴിവാക്കരുത്. അതിന്റെ ആനുകൂല്യം ലഭിച്ചവർ പോലും 59-ലെ വിമോചന സമരത്തിലുണ്ടായിരുന്നു. അത് തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ പങ്കെടുത്ത സമരമാണ് എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ അട്ടിമറി സമരത്തെ അംഗീകരിക്കാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ ഒരു അട്ടിമറി സമരമാണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ആസൂത്രിതമായ ഈ കത്ത് കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ആശമാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും. അപ്പൊ എവിടുന്നാണ് ഇത് വരുന്നത്? അത് ചർച്ച ചെയ്യണ്ടേ? അത് പറയണ്ടെന്നാണോ പറയേണ്ടത്? നിങ്ങളുടെ മാധ്യമം കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് അത് പ്രചരിപ്പിച്ച സാഹചര്യം ഇല്ലാതാകുന്നു. 13,200 രൂപ കൊണ്ട് മാസം സുഖമായി ജീവിക്കാം എന്ന് CITU വനിതാ നേതാവിനെ കൊണ്ട് പറയിപ്പിച്ചതാരാണ്? അതിനുമില്ല ആസൂത്രണം ആരുടേതായിരുന്നു? 13,200 രൂപ കൊണ്ട് മാസം സുഖമായി ജീവിക്കാമോ? അങ്ങനെ സുഖമായി ജീവിക്കുന്നവരുടെ ഗൂഢാലോചനയാണോ ഈ സമരം? അംഗനവാടി ആശമാരെ പോലെ തന്നെ കേരളത്തിലുള്ളതാണ് സൺറൈസ് സ്പോൺസേർഡ് സ്കീമിന്റെ ഭാഗമായിട്ട് അംഗനവാടി ഹെൽപ്പർമാരും വർക്കർമാരും. അവരുടെ വേതനം എത്രയാണ് എന്ന് സ്മൃതി ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എന്താണ് സമരം ചെയ്യാൻ ഒരു വിഭാഗം തയ്യാറാകുമ്പോൾ അപ്പുറത്തും ഉണ്ടല്ലോ കഷ്ടപ്പെടുന്നവർ, അവർ സമരത്തിന് വന്നില്ലല്ലോ എന്നതാണോ മറുപടി ശ്രീ VPP മുസ്തഫ? അവിടെയാണ് ഈ സമരം ആരോടാണ് ചെയ്യേണ്ടത് അത് പറയാൻ എന്തേ ആർജവമില്ലാത്തത്? സുരേഷ് ഗോപിയും വി മുരളീധരനും ഒക്കെ വന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അവിടെ ഈ സമരത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്റ്റർമാരായിട്ട് മാറുകയും ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. ചെയ്യേണ്ട ആളുകൾ ചെയ്യാത്ത കാര്യം പറയാത്തതിന്, അതിന് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുന്നതിന് പകരം ഇങ്ങനെ ഈ ചർച്ചയെ തന്നെ വഴിതിരിച്ചു വിടുന്നത് നോക്കൂ. യഥാർത്ഥത്തിൽ CPM-ന്റെ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെയാണ് ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി കൊടുത്തു തീർക്കണം. കേരളത്തിലെ 28ഓളം തൊഴിലാളികളുടെ ക്ഷേമനിധികളുണ്ട്. വിവിധ കാലയളവുകളിലെ ഇടതുപക്ഷ സർക്കാരുകൾ കൊണ്ടുവന്നതാണ്. അതെല്ലാം ചെയ്യണം. അതാണ് ഫെബ്രുവരി 7 അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗം കഴിഞ്ഞിട്ട് അല്ലല്ല, അങ്ങനെ നിർത്തല്ല, ഒന്ന് പൂർത്തിയാക്കാൻ സമയം എന്താ? ഫെബ്രുവരി 7 ബജറ്റ് അവതരണം കഴിഞ്ഞിട്ട് ധനകാര്യമന്ത്രി ബാലഗോപാൽ മാധ്യമപ്രവർത്തകരെ കാണുന്നു. അവരുടെ ചോദ്യം എന്ത് 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ നിങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ 2500 എത്തിക്കാൻ ഒരു 100 രൂപ പോലും വർദ്ധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, കേരളം നേരിടുന്ന സാമ്പത്തിക സ്ഥിതിയുടെ കൃത്യമായ വിവരണമാണ് ഈ ബജറ്റ് രേഖയിൽ അതിന്റെ തലേ ദിവസം നൽകിയിട്ടുള്ള സാമ്പത്തിക റിവ്യൂവിൽ, എക്കണോമിക് റിവ്യൂവിൽ എല്ലാം വിവരിച്ചിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കടമ ഇപ്പോൾ നൽകുന്ന ആനുകൂല്യങ്ങളെങ്കിലും മുടക്കമില്ലാതെ തടസ്സമില്ലാതെ കേന്ദ്ര സർക്കാർ തീർക്കുന്ന പ്രതിസന്ധികൾക്കിടയിലും കൊടുത്തു തീർക്കുക. ആ അജണ്ട വിജയിക്കുന്നു. അതിന്റെ പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായില്ലേ? KSRTC ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടാത്തത് റിപ്പോർട്ടറിന്റെ ഫോറത്തിൽ ചർച്ച ചെയ്തിരുന്നു. ഇതാ ഇന്നലെ മുതൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. മാസാദ്യം തന്നെ ഇനി മുതൽ ഒറ്റത്തവണയായി മറ്റെല്ലാ ജീവനക്കാരെയും പോലെ KSRTC-യിലെ തൊഴിലാളികളുടെ ശമ്പളം കിട്ടിത്തുടങ്ങുന്ന അവസ്ഥ ഈ വലിയ പ്രതിസന്ധികൾക്കിടയിലും ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് മുടങ്ങിയിട്ടില്ല. ഇങ്ങനെയെല്ലാം തൊഴിലാളികളെ ചേർത്ത് നിർത്തി വലിയ നിലയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.